ഇന്ന് നമ്മുടെ ഡീറ്റെയിലിംഗ് സെക്ഷനിൽ ചെയ്യാൻ പോകുന്നത് മാരുതി സ്വിഫ്റ്റ് ആണ്. വണ്ടി 2019 2 വർഷം മുന്നേ നമ്മൾ 3Mന്റെ സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ടുള്ളതാണ്. ഇത് മാറ്റിയിട്ട് നമ്മുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡായ സൂപ്പർ ഗാർഡിന്റെ ബയോണിക് കോട്ടിംഗ് ചെയ്യാൻ പോവാണ്. 3 ഇയർ വാറണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പലർക്കും സെറാമിക് കോട്ടിംഗ് അല്ലെങ്കിൽ ഡീറ്റെയിലിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു Skywheelz MOTOHUB. ഏതൊരു വാഹനത്തിൻ്റെയും ഡീറ്റെയിലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രൈമറി സ്റ്റെപ്പായ വാഷിംഗ് തൊട്ടിട്ടാണ്. ഒരു ഡീറ്റെയിലിംഗ് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വാഹനവും കടന്നു പോകേണ്ടത് 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പിലൂടെയാണ്. എൻഹാൻസിങ്, അതായത് ഏതൊരു വാഹനം നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളതിൻ്റെ പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ആയ സീലൻറ്റുകളായ സെറാമിക്, അക്രിലിക്, പോളിമറിൻ തുടങ്ങിയ സീലൻറ്റുകൾ ചെയ്യുക. എന്നാൽ മാത്രമേ കസ്റ്റമർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഷൈനും ഗ്ലോസും റിച്ച്നെസ്സും നൽകിക്കൊണ്ട് നമുക്ക് ആ വാഹനത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക. ഇത്തരം സ്റ്റെപ്പുകൾ ചെയ്താൽ തന്നെ മാത്രമാണ് നമ്മുടെ ഡീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രോസസ്സ് ഫുൾഫിൽ ആവുകയുള്ളൂ. വാഷിങ്ങിന് ശേഷം മെക്കാനിക്കൽ ഡീകണ്ടാമിനേഷൻ എന്ന പ്രോസസ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതൊരു വാഹനത്തിൻ്റെയും ക്ലിയർ കോട്ടിന് മുകളിൽ ഒരുപാട് കണ്ടാമിനൻസ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അത് ഇത്തരം ക്ലേ ബാറുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് റിമൂവ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ഗ്ലോസിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർഫസ് ഒരു സ്ലിക്കിയായി മാറുന്നത് നമുക്ക് കാണാം. ഒരു ഡെയിലി യൂസ് വാഹനമായതുകൊണ്ട് ഒരുപാട് സ്ക്രാച്ചസ് എല്ലാം ഈ വാഹനത്തിന് മുകളിലുണ്ട്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് റെസ്റ്റോർ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത്തരം സ്റ്റെപ്പുകൾ അജയ് ഏകദേശം എത്ര സമയം എടുക്കും നമുക്ക് ഇതൊന്ന് റെസ്റ്റോർ ചെയ്തെടുക്കാൻ? 3-4 മണിക്കൂർ എടുക്കും. സെറാമിക് ആക്ച്വലി ഒരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് റെസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സെറാമിക്കിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ വാഹനം ഇപ്പോൾ ഓൾറെഡി ഫൗണ്ടേഷൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. റബ്ബിങ് പോളിഷൻ എല്ലാം കഴിഞ്ഞ് വാഷ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. റെസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ സ്ക്രാച്ചസും കാര്യങ്ങളെല്ലാം വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത പ്രോസസ്സാണ് സെറാമിക്കിൻ്റെ കോട്ടിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരുപാട് കസ്റ്റമർക്കുള്ള ഡൗട്ട്സാണ്, എന്താണ് സെറാമിക്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ എപ്പോൾ ചെയ്യണം എന്നുള്ള കുറേ ഡൗട്ട്സുകളുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടി ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ബേസ് ക്ലിയർ കോട്ട് എല്ലാം വളരെ വെർജിൻ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേളിലൊരു എക്സ്ട്രാ കോട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനോട് കൂടിയിട്ട് ഈ വണ്ടി ഇപ്പോൾ നമ്മുടെ നിരത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ മേളിൽ വീണ്ടും ഇതുപോലെ ഓക്സിഡേഷനും അതുപോലെ കണ്ടാമിനൻസും എല്ലാം പറ്റി പിടിച്ചിരുന്ന് വീണ്ടും ഇതിൻ്റെ ആ ഭംഗി നമുക്ക് നഷ്ടപ്പെടും. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ സെറാമിക് പോലുള്ള സീലൻറ്റുകൾ ഉപയോഗിക്കുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡായ സൂപ്പർ ഗാർഡിൻ്റെ പ്രൊഡക്റ്റാണ്. UK ബേസ്ഡ് പ്രൊഡക്റ്റാണ്. 30 വർഷത്തിലധികം ഇൻ്റർനാഷണൽ ഡീറ്റെയിലിംഗ് മാർക്കറ്റിൽ ശ്രദ്ധേയമായ അപ്ഡേഷൻസ് കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇത്. നമുക്കറിയാം, നിലവിൽ സെറാമിക് കണ്ടൻറ്റ് എന്ന് പറയുന്നത് സിലിക്കോൺ ഡയോക്സൈഡ് ആണെങ്കിൽ ന്യൂനതമായ ബയോണിക് ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോളിസിലിസിൻ എന്ന കണ്ടൻറ്റാണ് ഈ കോട്ടിങ്ങിനകത്ത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. മറൈൻ ബേസ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മികച്ച കെമിക്കൽ റെസിസ്റ്റൻസും ഡ്യൂറബിലിറ്റിയും ലയബിലിറ്റിയും നമുക്ക് ഈ പ്രൊഡക്റ്റ് നൽകുന്നുണ്ട്. നമ്മൾ പരിചയപ്പെടുത്തിയ സൂപ്പർ ഗാർഡിൻ്റെ സെറാമിക് ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പോളിഷൻ ചെയ്ത വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഈ റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തുള്ള ഓയിൽസും അമോണിയം കണ്ടൻസൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ ബോഡിയുടെ ക്ലിയറിനകത്തുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സെറാമിക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കറക്റ്റായിട്ട് ബോണ്ട് ചെയ്തോളണമെന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോളം പ്രീ ക്ലീനർ നമ്മളത് ഉപയോഗിക്കുകയാണ്. ആ പ്രീ ക്ലീനർ ഇട്ടിട്ട് ഇതിനകത്തുള്ള എല്ലാ കണ്ടൻസും നമ്മൾ വാഷ് ഔട്ട് ചെയ്യുകയാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പോളിസിലിസിൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ വണ്ടി സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ.
മെറ്റൽസിലിസിൻ അപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ബോണറ്റിൻ്റെ ഹാഫ് ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ ടൈം എടുത്ത് നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ പെർഫോമൻസും ഡ്യൂറബിലിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ വാഹനത്തിൻ്റെ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കോട്ടിങ്ങിലൂടെ നമുക്ക് ലഭിക്കേണ്ട UV പ്രൊട്ടക്ഷൻ, കെമിക്കൽ റെസിസ്റ്റൻസ്, ഹൈഡ്രോഫോബിക് എഫക്റ്റ്, അതുപോലെ തന്നെ സെൽഫ് ക്ലീനിങ് ടെൻഡൻസി, ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ മികച്ച ക്യൂറിങ് ടൈമും കൂടി നമുക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വാഹനം 1 മുതൽ 2 മണിക്കൂർ വരെ ക്യൂറിങ് ടൈം എടുത്തതിന് ശേഷം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വാഹനം 2-3 ദിവസത്തെ റിസ്റ്റോറേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ക്യൂറിങ് ടൈം കഴിഞ്ഞിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് ഇപ്പോൾ ഇത്. നമുക്ക് കണ്ടറിയാം, നല്ല ഹെവി സ്ലിക്നെസ്സും ഗ്ലോസിനെസ്സും നമുക്ക് നൽകുന്നുണ്ട്. നല്ല എഫക്റ്റ് തന്നെ ഉണ്ട്. ഇത് എത്രമാത്രം ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് 3 വർഷം വാറണ്ടിയുള്ള കോട്ടിങ്ങാണ്. ഓക്കെ, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് ഇത്തരം കോട്ടിങ്ങുകൾ ഈ വാഹനം എടുത്ത സമയത്ത് ചെയ്യേണ്ടതാണോ അതോ ഇത്തരം വർഷങ്ങൾ പഴകിയതിന് ശേഷമാണോ നമ്മൾ ചെയ്യേണ്ടതെന്ന്. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി കാണും, ഈ റിസ്റ്റോറേഷൻ തൊട്ടിട്ട് ഇത്തരം കോട്ടിങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് അതല്ലെങ്കിൽ ഇതിന് നമുക്ക് നൽകുന്ന സ്ലിക്നെസ്സും ഗ്ലോസിനെസ്സും നിലനിർത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. നമ്മൾ എത്ര വർഷം പഴകിയാണ് ഇത്തരം കോട്ടിങ്ങിലേക്ക് പോകുന്നതെങ്കിൽ അത്രമാത്രം നമ്മൾ ഇതിൻ്റെ റീവർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് ഒരു വാഹനം എടുത്ത സമയത്ത് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ അതിന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡ്യൂറബിളായിട്ട് കൊണ്ടു നടക്കാൻ കഴിയും. അതിൻ്റെ യഥാർത്ഥ ഷൈനും ഗ്ലോസും നമുക്ക് നിലനിർത്താൻ കഴിയും. നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.